ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരെങ്കിലും മുന്നിലേക്ക് ഇറക്കുകയാണെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ കോൺഫിഡൻസ് ആയി പല പാർട്ടികളും വിലയിരുത്താറുണ്ട്. അത് ഏത് മേഖലയിലാണെങ്കിലും ശരി തന്നെയാണ്. നരേന്ദ്രമോദി ഏതെങ്കിലും മേഖലയിൽ ഒരാളെ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണം നമ്മുടെ കേരളത്തിൽ സുരേഷ് ഗോപിയാണ് നരേന്ദ്രമോദി മുന്നിലേക്ക് വെച്ചത്. അദ്ദേഹം തൃശ്ശൂർ ജയിച്ച് കയറി ഇപ്പോഴിതാ കേന്ദ്ര സഹമന്ത്രിയായി ഇരിക്കുന്നു. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ അദ്ദേഹം ഇറക്കിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു രാംവിലാസ് പാസ്വാൻ്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാൻ. ഈ തിരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാൻ്റെ പ്രകടനം ഞെട്ടിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം, RJDയും കോൺഗ്രസുമെല്ലാം. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാധ്യമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റിൽ മത്സരിച്ചതിൽ 6ഉം ജയിച്ചിരുന്നു ചിരാഗ് പാസ്വാൻ. രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയായിട്ടുള്ള LJP അഥവാ ലോക് ജനശക്തി പാർട്ടി. ഈ 6 സീറ്റും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിച്ചെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി NDAയിൽ നിന്നും വ്യത്യസ്തമായി വിട്ടുനിന്ന് മത്സരിച്ചത് കൊണ്ട് തന്നെ ഒരു സീറ്റും നേടാനായി സാധിച്ചില്ല. ഈ 2019 ജാമുയി, ഹാജിപൂർ, വൈശാലി, നവാഡ, ഖഗാരിയ, സമസ്തിപൂർ ലോക്സഭാ സീറ്റുകളാണ് LJP നേടിയത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LJP 28 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ വലിയ മുന്നേറ്റം, അതായത് 21 to 23 സീറ്റുകൾ വരെ അവരിപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഈ സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ചാൽ അദ്ദേഹത്തിന് ഒരു വലിയ സംഭവമായിരിക്കും. 75% അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 100ൽ 100%. ഇപ്പോൾ നിയമസഭയിൽ അദ്ദേഹം കഴിഞ്ഞ തവണ 0 ഇത്തവണ 0ൽ നിന്ന് വലിയൊരു കുതിച്ചുചാട്ടം. 75% അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത പാർട്ടിയാണെന്ന് ആലോചിക്കണം. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടി NDA സഖ്യത്തിൽ നിന്ന് വേറിട്ടാണ് മത്സരിച്ചത്. അത് അവർക്ക് വലിയ തിരിച്ചടിയായി. 2020 ലോക് ജനശക്തി പാർട്ടി 135 സീറ്റുകളിലാണ് ഒറ്റയ്ക്ക് മത്സരിച്ചത്. പാർട്ടിക്ക് 5.68% അല്ലെങ്കിൽ ഏകദേശം 23.83 ലക്ഷം വോട്ടുകൾ ലഭിച്ചു. പക്ഷേ ഒരു സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ബെഗുസാറായിലെ മതിഹാനി നിയമസഭാ സീറ്റാണ്. അതും വളരെ കഷ്ടപ്പെട്ടാണ് നേടിയത്. ഇത്തവണ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള NDA സഖ്യത്തിൽ ആകെ 5 പാർട്ടികൾ ഉൾപ്പെടുന്നു. അതിൽ BJPയും JDUവും ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ ഈ LJPയും കൂടെ വരുമ്പോൾ LJP ശക്തമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ നിതീഷ് കുമാറിൻ്റെ കാലശേഷം നരേന്ദ്രമോദി ബീഹാറിൻ്റെ മുന്നിലേക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വയ്ക്കാൻ പോലും സാധ്യതയുള്ള ഒരു വ്യക്തിയായി ചിരാഗ് പാസ്വാൻ ഉയർന്നു വരുമോ എന്ന പേടിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.